ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു പുതിയ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി വരുന്നത്. പുതിയ തസ്തികയല്ല, പുതിയ നോട്ടിഫിക്കേഷൻ ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ് തസ്തിക എന്ന് നിങ്ങൾക്കറിയണ്ടേ? യെസ്, നമ്മുടെ തസ്തികയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പം ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ക്ഷീരവികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോസ്റ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇതിന്റെ ശമ്പളത്തിന്റെ സ്കെയിൽ നോക്കിക്കേ, 35,600, 75,400 ഇത് ഫിക്സ് ചെയ്തത് 2019 2019 സ്കെയിലാണ്. ഇപ്പൊ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ പ്രകാരം ഈ ഒരു ശമ്പളം എന്താണ്, ഒരു 15,000 രൂപ വരെ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് അടിസ്ഥാന ശമ്പളത്തില് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏജ് ലിമിറ്റ് 19 to 40 ആണ്. ഇനി ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു മേഖലയുടെ, ഈ ഒരു തസ്തികയുടെ ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് ആണ് പ്രധാനമായിട്ട്. ലോക്കൽ ഫാർമേഴ്സിന്, ലോക്കൽ ക്ഷീര കർഷകരെയും അതുപോലെ തന്നെ ക്ഷീര ഫാമുകളെയും എന്ത് ചെയ്യാം, ആധുനികവൽക്കരിക്കുന്നതിന്റെ ട്രെയിനിങ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഓഫീസറാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അവിടെ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്ഷീര ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്ട്സിന്റെ ഒക്കെ ഡെവലപ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സൊസൈറ്റികൾ, പാൽ സൊസൈറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജോബ് റോൾ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പ്രധാനമായിട്ടും. ഏത് പോസ്റ്റ് ആണെങ്കിലും നമ്മൾ എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നാണ് നോക്കുന്നത്. ഗ്രാജുവേഷൻ വിത്ത് either mathematics or biology as one of the optional subject for +2 ആണ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചോണം, നമുക്ക് വേണ്ടത് ഡിഗ്രി ആണ് ഈ പോസ്റ്റിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ +2 തലത്തിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ കണക്ക് അല്ലെങ്കിൽ ബയോളജി പഠിച്ചിരിക്കണം. നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരുന്നു, ബയോളജി ആയിരുന്നു. ഇവിടെ ഡിഗ്രി വേണം, പക്ഷെ എന്താണ്, +2 തലത്തിൽ ബയോളജിയോ മാത്സോ പഠിച്ചിരിക്കണം എന്ന രീതിയിലാണ്. അപ്പം നമ്മളുടെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം, +2-നുള്ള ഇപ്പൊ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച ഒരാൾക്ക് ഉണ്ടായിരുന്ന ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. ഇത് കൂടാതെ ഡയറി സയൻസിന്റെ 20 മാർക്കും കൂടെയാണ് ഈ ഭാഗത്തിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, അപ്പം +2-ല് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട്, കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് BCA ഡിഗ്രി ചെയ്ത ആൾക്ക് ഇത് അപ്ലൈ ചെയ്യാവോ എന്ന് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. അപ്പൊ ഇവിടെ എന്താണ്, +2 തലത്തിൽ മാത്സ് ഓപ്ഷനിലായിട്ട് മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബയോളജി. ഇതിൻ്റെ അകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് +2-ൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു ഗ്രാജുവേഷനും കൂടി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എടുത്തു പറയുന്നു, ഇപ്പൊ ബിടെക് സി എസ് പഠിച്ച ഒരാള് സ്വാഭാവികമായിട്ടും എന്താണ്, സ്വാഭാവികമായിട്ടല്ല, ചില കേസിലൊക്കെ +2 കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, അവിടെ ബയോളജി ഇല്ല എങ്കിലും മാത്സ് ഉണ്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബിടെക് CS കാരന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ അനാലിസിസ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. 2023 ഇതിനു മുമ്പ് പരീക്ഷ നടന്നത്. അപ്പം ആ പരീക്ഷയ്ക്ക് ഏകദേശം 1,11,000 പേര്, 1,11,000 പേരാണ് അപ്ലൈ ചെയ്തത്. 1111 ആണ്. ഇനി LSGS, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സർവീസ് സെക്രട്ടറി, ഇതിലേക്ക് എത്രയാണ്, 4,78,000 പേരാണ് അപ്ലൈ ചെയ്തത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 3,95,000, നമുക്ക് 4 കൂട്ടാലോ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് അസിസ്റ്റന്റിന് 4 ലക്ഷം പേരാണ്. ഇവിടെ നോക്കുക, ഇതും ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്, ഇതെല്ലാം ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. ഈ 3 എണ്ണത്തിന് 4 ലക്ഷത്തോളം അപേക്ഷകർ വന്നപ്പം ഇവിടെ നമ്മുടെ എന്താണ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് ഏകദേശം 1,10,000-ഓളം അപേക്ഷകരാണ്
വന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, താരതമ്യേന കോമ്പറ്റീഷൻ കുറയുകയും ചെയ്തു. ഇനി ഇതിന്റെ സിലബസ് നോക്കിക്കേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഡയറി ഫാം സയൻസ് ആണ് വരുന്നത്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്കാണ് വരുന്നത്. അപ്പൊ താരതമ്യേന നമുക്കൊന്ന് പഠിച്ചു വെച്ച്, ഇപ്പൊ പ്രത്യേകിച്ച് BEd ഒക്കെ കഴിഞ്ഞവർക്ക് ഇപ്പൊ ഇപ്പൊ ഉടനെ അധ്യാപക പരീക്ഷയൊന്നും എഴുതാൻ ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് ബയോളജി എടുത്തവർക്ക് ഇതാക്കാം. അതുപോലെ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, മാത്സ് ഒക്കെ ചെയ്തവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. അപ്പം താരതമ്യേന എന്താണ്, കോമ്പറ്റീഷൻ കുറവാണ്. അപ്പൊ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ്, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ഒരു കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലോങ് ടേം ബാച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.